ഖത്തറിൽ പക്ഷിവേട്ട സീസണിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. സെപ്റ്റംബർ 1 തുടങ്ങിയ സീസൺ ഫെബ്രുവരി 15 വരെ തുടരും. അറബികളുടെ പ്രധാന വിനോദങ്ങളിലൊന്നാണ് പക്ഷിവേട്ട. അധികൃതരുടെ അനുമതിയോടെയും കർശനമായ നിയന്ത്രണങ്ങളോടെയുമാണ് ഈ വേട്ട നടക്കുന്നത്. മരുഭൂമിയിൽ തണുപ്പുകാലം എത്തുന്നതോടെ ദേശാടന പക്ഷികളെത്തും. ഫെബ്രുവരി 15 വരെ ഇങ്ങനെ എത്തുന്ന പക്ഷികളെയും മറ്റും വേട്ടയാടാൻ അനുമതിയുണ്ട്. വേട്ടയാടപ്പെടുന്ന പക്ഷികളിലും വേട്ടയാടപ്പെടുന്ന രീതികളിലുമുണ്ട് നിർദ്ദേശങ്ങൾ. ഇവ ലംഘിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകുന്നു. ദേശാടന കിളികളെ ആകർഷിക്കുന്നതിനൊപ്പം സംരക്ഷണവും നൽകുന്നതിന്റെ ഭാഗമായാണ് വേട്ടയാടുന്ന പക്ഷികളെ തരംതിരിച്ചിരിക്കുന്നത്. സ്വദേശികൾ ഏറെയും വേട്ടയാടപ്പെടുന്ന പ്രധാന പക്ഷിയാണ് ഹുബാറ എന്ന ഏഷ്യൻ ബസ്റ്റാർഡ്. ഫാൾക്കൺ പക്ഷിയെ പറത്തിവിട്ടാണ് ഹുബാറയെ വേട്ടയാടുന്നത്. മറ്റു മാർഗങ്ങളിലൂടെ ഹുബാറയെ പിടികൂടുന്നതിന് കർശനമായ വിലക്കുണ്ട്. പാരമ്പര്യേതര മാർഗങ്ങൾ, ഇലക്ട്രിക് ഉപകരണങ്ങൾ, പക്ഷികളുടെ ശബ്ദം പുറപ്പെടുവിക്കുന്ന ബേർഡ് കോളർ തുടങ്ങിയവ ഉപയോഗിച്ചുള്ള വേട്ടയ്ക്ക് പൂർണ്ണമായും നിരോധനമുണ്ട്. അൽഹുബാറ പക്ഷികൾ യൂറോപ്യൻ ഗോൾഡൻ ഒറിയോൾ, മരുപ്പക്ഷി എന്നറിയപ്പെടുന്ന ഡെസേർട്ട് വീറ്റർ, ക്രസ്റ്റഡ് ലാർക്ക്, നെന്മണിക്കുരുവി എന്നറിയപ്പെടുന്ന ഈസബെല്ലൻ വിറ്റ്എയർ തുടങ്ങി 10ഓളം പക്ഷികളാണ് വേട്ടയാടാൻ അനുമതിയുള്ളവയുടെ പട്ടികയിലുള്ളത്. നേച്ചറൽ റിസർവ്, പൊതുപാർക്കുകൾ, പൂന്തോട്ടങ്ങൾ, നഗരപരിധികൾ എന്നിവയ്ക്കുള്ളിൽ പക്ഷിവേട്ട പാടില്ല. കാട്ടുമുയൽ, ഒട്ടകപ്പക്ഷി, ചെറുമാൻ, ഹണി ബാഡ്ജർ കരടി, മരുഭൂമിയിൽ കാണപ്പെടുന്ന പ്രത്യേക ഇനം എലിയായ ജേബോ, മുള്ളൻ പന്നി, കുരുവി ഇനത്തിൽപ്പെട്ട ഷിർക്കെ തുടങ്ങിയ ഏതാനും ഇനങ്ങളുടെ വേട്ടയ്ക്കും കർശന വിലക്കുണ്ട്. മീഡിയ 1 ദോഹ.